നമസ്കാരം. നമ്മൾ കണ്ണാടി എന്ന് പറയുമ്പോൾ മുഖം നോക്കുന്നൊരു ഇതാണ് കണ്ണാടി. നമ്മളെ കണ്ണാടി എന്ന് പറയുമ്പോൾ ദർപ്പണം നമ്മളെ തന്നെ അതിൽ പ്രതിഫലിക്കുന്നു. കണ്ണാടി എപ്പോഴും വയ്ക്കേണ്ടത് കിഴക്ക് ഭിത്തിയിൽ വയ്ക്കാം. കിഴക്ക് ഭിത്തിയിൽ വയ്ക്കുമ്പോൾ പടിഞ്ഞാട്ട് നോക്കി വയ്ക്കാം. പടിഞ്ഞാറ് ഭിത്തിയിൽ കിഴക്കോട്ട് നോക്കി വയ്ക്കാം. തെക്ക് ഭിത്തിയിൽ വടക്കോട്ട് തിരിച്ച് വയ്ക്കാം. തെക്കോട്ട് തിരിച്ച് കണ്ണാടി വയ്ക്കരുത്. കണ്ണാടി വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ കിടക്കുന്ന ബെഡ്റൂമിൽ ബെഡിൻ്റെ അടുത്ത് കണ്ണാടി വയ്ക്കാൻ പാടില്ല. ഭാര്യാഭർത്തന്മാർ കലഹമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ അലമാരി ഇതുപോലും അലമാരിയിൽ കണ്ണാടി ഉണ്ടാവില്ല. അലമാരി എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒരു ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് തിരിച്ചാണ് അലമാരി വയ്ക്കേണ്ടത്. വടക്കോട്ട് തിരിച്ച് അലമാരി വയ്ക്കുകയും ആ അലമാരിയുടെ പൈസ വയ്ക്കുന്ന സ്ഥലം തെക്ക് പടിഞ്ഞാറ് മൂലയായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കണം. ഈ പൈസ വയ്ക്കുന്ന സ്ഥലവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, വൃത്തിയാണ്. ചിലപ്പോൾ മാറാവിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അലമാരി അതുകൊണ്ട് കാര്യമില്ല, ശ്രദ്ധിക്കുക. അതുപോലെ പൈസ നമ്മളെപ്പോഴും ധനത്തെ ലക്ഷ്മിയായി കണക്കാക്കി വിനായകരെ എന്ന് പ്രാർത്ഥിച്ചു വേണം പണം വയ്ക്കാൻ. എപ്പോഴും അലമാരിയിൽ പൈസ വയ്ക്കുന്ന ഓരോ ഹോരകളൊക്കെ ഉണ്ട്. ആ ഹോര വ്യാഴഹോരയിലോ ശുക്രഹോരയിലൊക്കെ പൈസ വെച്ചാൽ അധികരിച്ചു വരും. അതിപ്പോൾ അതിനെപ്പറ്റി ഹോരയെപ്പറ്റി ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് പൈസ വയ്ക്കുക. ഇടത്തെ കൈ കൊണ്ടാണ് പൈസ വയ്ക്കേണ്ടത്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കുക. ഇടത്തെ കൈ ഇടത്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യങ്ങൾ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൃഷ്ണായ നമാന്നോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ വിനായകരെ പ്രാർത്ഥിച്ചോ വേണം പൈസ എപ്പോഴും അലമാരിലൊക്കെ വയ്ക്കാനായിട്ട്. കണ്ണാടി അലമാരിക്കകത്ത് അലമാരിയുടെ ഉള്ളിൽ ഒരു കണ്ണാടി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ പണം വയ്ക്കുന്ന ആ ഭാഗത്തിൻ്റെ അടുത്ത് കണ്ണാടി വയ്ക്കുകയാണെങ്കിൽ ആ പണത്തിനെ ഇരട്ടിപ്പിക്കാനുള്ള ഒരു ദൈവാധീനം കൂടി അതിനകത്ത് വരും. അതുപോലെ പേഴ്സിലും നമ്മൾ കണ്ണാടി പഴയ കാലത്തൊക്കെ പേഴ്സിലുണ്ടായിരുന്നു, കണ്ണാടി ഉണ്ടായിരുന്നു. പൈസ വയ്ക്കുന്നിടത്ത് കണ്ണാടി, അത് നമ്മൾ പണത്തിനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് ചെയ്താൽ നമുക്ക് ധനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല.